ഇതെൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ഇതെൻ്റെ PG സർട്ടിഫിക്കറ്റ് ആണ്. ഇനി അങ്ങോട്ട് ഈ ഒരു ഡിഗ്രി PG ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾ നിങ്ങളുടെ 20s എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ എൻ്റെ ഏർലി 20s വരുത്തിയിരിക്കുന്ന, എൻ്റെ കരിയറിൽ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇന്നത് ചെയ്യണം, ഇന്നതിന് പോകണം, ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒന്നും അറിയേമില്ലായിരുന്നു എനിക്ക് ഒരു കാര്യം. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറ്റിയ തെറ്റുകളിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. എനിക്കിപ്പോൾ 27 വയസ്സായി. ഞാനും തൊഴിലില്ലായ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾ തോറ്റുപോയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ തുടക്കത്തിലെ സർട്ടിഫിക്കറ്റുകൾ എന്ന് കാണിച്ചതൊന്നും വേറൊന്നും കൊണ്ടല്ല, ഞാൻ വലിയ പഠിപ്പുകാരിയാണെന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ പറയാൻ വന്നത്, ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരു ഡിഗ്രി ഉണ്ടെന്ന് കരുതിയിട്ടോ PG എടുത്തെന്ന് കരുതിയിട്ടോ പ്രത്യേകിച്ച് ഈ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള അതൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ പാരൻസിൻ്റെയൊക്കെ കാലത്ത് 10th ഉള്ളതായിരുന്നു ഭയങ്കര കാര്യം. 10ാം ക്ലാസ് പാസ്സായവർക്കായിരുന്നു ഭയങ്കര ഡിമാൻഡ്. പിന്നെ അങ്ങോട്ട് ഡിഗ്രി ആയി. പിന്നെ ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഡിഗ്രി മാത്രം പഠിച്ചാൽ പോരാ, ഇനി PG വേണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി സ്ഥലത്ത് പ്രമോഷനും കാര്യങ്ങളൊക്കെ കിട്ടൂ എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അങ്ങനെയാണ് PG എടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല PG എടുക്കാനായിട്ട്. ഞാൻ MCOM ആയിരുന്നു. സോ BCom കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ പാരൻസ് പറയുമല്ലോ പഠിക്കണം, PG എടുക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാനും എടുത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും +2 തുടങ്ങി അവരെന്തെങ്കിലും ഒരു സൈഡ് ഹസിൽസ് ചെയ്ത് പൈസ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്നും എനിക്ക് പഠിക്കുന്ന സമയത്തൊന്നും ഒരു 10ൻ്റെ പൈസയൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. 10ൻ്റെ പൈസ പോലും വേറെ ഏൺ ചെയ്യാറുണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു അന്നൊക്കെ എങ്ങനെയാ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആൺപിള്ളേരൊക്കെ ഓരോന്നൊക്കെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകുന്നതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ വേറെ ആരും ചെയ്യണമൊന്നും അറിഞ്ഞുകൂടാ. അന്നൊന്നും വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ്, ഫോണും കാര്യങ്ങളൊന്നും അധികം എനിക്ക് തന്നെ ഫോൺ കിട്ടുന്നത് +2 കഴിയാറായപ്പോഴാണ്. അതും വീട്ടിൽ കരഞ്ഞ് പിടിച്ച് വാശി പിടിച്ചിട്ടാണ് ഒരു ഫോൺ, അതും എനിക്കായിട്ട് വാങ്ങിയതല്ല. ഇവിടെ അച്ഛന് ജോലി സ്ഥലത്തുനിന്ന് എന്തോ ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഞാൻ കരഞ്ഞു പിടിച്ച് ബഹളം വെച്ച് വാങ്ങിച്ച് എടുത്തതാണ് ഞാൻ. അന്ന് ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള നെറ്റൊന്നുമില്ല. ആ ഉരയ്ക്കുന്ന കാർഡ് 20 രൂപയുടെ ഐഡിയയുടെ കാർഡ് വാങ്ങുന്നതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 20 രൂപയുടെ. അന്നൊക്കെ അതേ ഉള്ളൂ. ആ 20 രൂപേനെ കിട്ടുന്നത് ഈ വിഷുവിനൊക്കെ. ഞാൻ വിഷുവിനായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഉള്ളതാ. വിഷു കൈനീട്ടങ്ങൾ കിട്ടുന്നില്ല. അതൊക്കെയാണ് ഞാൻ സൂക്ഷിച്ച് വെച്ച് ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ പിള്ളേർ ഫാസ്റ്റാണ്. ഇപ്പോൾ +2 തുടങ്ങിയ പിള്ളേരൊക്കെ ഓരോന്ന് സൈഡ് ഹസിൽസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഈ 90സിലുള്ള പിള്ളേർ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്താ പറയുക, അവരിലെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തയോ എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ 90സിലെ പിള്ളേരാണെന്ന് തോന്നുന്നു കൂടുതലും ഈ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ നേരിടുന്നത്. ഞാനിപ്പോൾ എന്തെങ്കിലും ജോലി നോക്കുമ്പോൾ ആരും ഇതുവരെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാനോ ഡിഗ്രിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നോ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് ഒരു മാറ്ററേ അല്ല. ഒരു ജോലിക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രി വേണം. ഇപ്പോൾ മിനിമം യോഗ്യത ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോ ജോലികൾ വിളിക്കുന്നത്. അപ്പോൾ ഡിഗ്രി എന്തായാലും ആ ഒരു ഇതിൽ വേണം. പക്ഷേ അതിന് കിട്ടുന്ന മാർക്കോ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഫുൾ A+ഓ അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറേ പേര് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അതൊന്നും ഒന്നുമല്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, എന്നെക്കാളും എൻ്റെ നോക്കി കോപ്പി അടിച്ചിരുന്നവരൊക്കെ ഇപ്പം നല്ല നിലയിലാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയും. അതുകൊണ്ടാണ് പറയുന്നത് മാർക്കിലൊന്നും ഒരു കാര്യമില്ല. തോറ്റവരും സപ്ലി ഉള്ളവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അത് എന്താ പറയുക, അവർ കൂടുതലൊന്നും പഠിക്കാനൊന്നും പോയില്ല. പക്ഷെ അവർ എങ്ങനെയൊക്കെയോ അവർ ജോലി കണ്ടെത്തി രക്ഷപ്പെട്ടു. കുറേ പേര് പുറത്തു പോയി അങ്ങനെ രക്ഷപ്പെട്ടു. സോ ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് എല്ലാവർക്കും അത് ബാധകമല്ല. കാരണം ചിലവർക്കിപ്പോൾ ഉണ്ടാവുമല്ലോ ഹയർ സ്റ്റഡീസ് പോകണം. ഇപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക്, ഈ ഡോക്ടറിനൊക്കെ പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഇത് പഠിക്കണം അത് പഠിക്കണം അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ടല്ലോ. പക്ഷെ സാധാ ഡിഗ്രി ഉണ്ടല്ലോ, നമ്മളെപ്പോലെ MA, BA, BCom, അങ്ങനെ BBA അങ്ങനെയൊക്കെ ഉള്ളവർ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് പഠിച്ച് സമയം കളയുന്നത് നല്ലത് ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക. ഡിഗ്രി പഠിക്കുക. ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നു
വിചാരിക്കരുത്. കിട്ടുമായിരിക്കാം ഒരു ചെറിയ എൻട്രി ലെവൽ ജോലി. അല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്കില്ല് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് സ്കില്ലാ പഠിക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് ഫോട്ടോഗ്രാഫി പഠിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു പൂവിൻ്റെ ഫോട്ടോ പോലും എടുക്കാൻ അറിയാത്ത ഒരാളായിരിക്കാം. അതിന് ഇഷ്ടമല്ല, അങ്ങനത്തെ കാര്യത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരോട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എന്താ ഇഷ്ടം, താല്പര്യം. ചിലർക്ക് ഗെയിമിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഗെയിം ഡെവലപ്പിംഗ് എന്നുള്ള കോഴ്സുകളുണ്ട്. അതിനൊന്നും ഈ കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നേരത്തെ അറിയണമെന്നില്ലെന്ന് തോന്നുന്നു. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തന്നെ അത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ എനിക്കറിയാവുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അത് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. സോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പഠിക്കാൻ എളുപ്പമാണത്. അതിനും ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. MBA ആണോ, BCom ആണോ, BBA ആണോ, +2 മതി അതിന്. സോ +2 കഴിഞ്ഞ ഒരാൾ ഇപ്പോൾ ഡിഗ്രിക്ക് പോണേനൊപ്പം ഇതും ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, നല്ലതായിരിക്കും. നിങ്ങളുടെ കരിയർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സെറ്റിലാവും. ഒരുപാട് നാൾ നിങ്ങൾക്ക് ജോലിയില്ലാതെയോ ഇരിക്കേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾക്ക് സൈഡ് ഹസിലായിട്ടും ചെയ്യാൻ പറ്റും ഇതൊക്കെ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും ചെയ്യാൻ പറ്റും. അതിനോട് നല്ല താല്പര്യം ഉള്ള ആളാണെങ്കിൽ കേട്ടോ. പിന്നെ കണ്ടുവരുന്നത് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളൊരു കോഴ്സ് കണ്ടുവരുന്നുണ്ട്. അതും ഇപ്പോൾ കോഡിങ്ങും ഇതൊന്നും അറിയാത്തവർക്കും അത് പഠിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ അതിനോടൊക്കെ താല്പര്യം വേണം അതൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു സ്കില്ല് പഠിക്കുക. നിങ്ങളൊരു ഡിഗ്രി ഉണ്ട്, ഓക്കെ. ഇനി സാധാ ഒരു ഡിഗ്രി പഠിച്ചിട്ട് പിന്നെ അത് PGക്കൊക്കെ പോണേന് നല്ലത് എനിക്ക് തോന്നുന്നു ഒരു സ്കില്ല് പഠിച്ചിട്ട് ഒരു ഇൻറ്റേൺഷിപ്പിന് പോവുക, പിന്നെ ഒരു ജോലിക്ക് കയറുക, ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക നല്ലോണം. പുറത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് പുറത്ത് പോവാം. അങ്ങനെ ലൈഫ് സെറ്റാക്കാൻ നോക്കുക എത്രയും വേഗത്തിൽ. അല്ലാതെ ഇനിയിപ്പോൾ ഒരുപാട് പഠിച്ച് ഡിഗ്രി കുറേ ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമുണ്ട് തോന്നല്ല. ആ പൈസയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും സ്കില്ല് പഠിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പൈസ ഒന്നുമില്ല എങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ഈ യൂഡെമി, കോഴ്സെറ എന്നൊക്കെ പോലുള്ള സൈറ്റുകളിലൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഞാൻ പേഴ്സണലി അതൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഓരോന്ന് കാണുന്നതാണ്. ഇപ്പോൾ എക്സൽ എന്നുള്ള ഒരു ഇത് ഈ ബികോമോ BBAയോ MA ഒക്കെ ഉള്ളവരൊക്കെ അത് പഠിച്ചാൽ എക്സൽ എന്നുള്ള ഒരു ഇത് പഠിച്ചാൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ എക്സൽ അറിയാം എന്നുള്ള രീതിയിൽ ഈ കോളേജ് പഠിപ്പിച്ച ആ ഒരു രീതിയിലല്ല, അല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിൽ നിന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. കാരണം എക്സൽ ഒരു മിക്ക ജോലിക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ എക്സൽ എന്നുള്ളത്. അപ്പോൾ എക്സൽ ഇങ്ങനെയുള്ള ഈ കോഴ്സെറ, യൂഡെമി അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ 500 രൂപയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു ഫീസ്. അതൊക്കെ പഠിക്കാൻ പറ്റും. ഒരു സർട്ടിഫിക്കേഷനും കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ CV-യിലൊക്കെ ആഡ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുക പരമാവധി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞു, ഒരു ജോലിയുടെ ഒരു ഇതിന് വരാണ്, ഇൻ്റർവ്യൂ കോൾ വരാണ്. അപ്പോൾ ഒരു നല്ല ഒരു ഫേമിലോ നല്ല ഒരു കമ്പനിയിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെന്തായാലും ഇംഗ്ലീഷിലായിരിക്കും അവരുടെ ഇൻ്റർവ്യൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കിയായിരിക്കും മിക്ക ജോബുകളും എടുക്കുക. അപ്പം എനിക്ക് പറ്റിയിട്ടുള്ളതാണ്, ഞാൻ പെട്ടുപോയിട്ടുള്ളതാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇടയ്ക്ക് എനിക്ക് നോക്കറിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അത് അത്യാവശ്യം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ നിന്നായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ വന്നു, ജസ്റ്റ് ചുമ്മാ പോയി നോക്കി. എനിക്ക് ആ കമ്പനിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഒരു ഫോറക്സ് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എനിക്ക് ഫോറക്സ് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. സോ അവിടെ കയറിയപ്പോൾ ഇൻ്റർവ്യൂവർ എന്നോട് ഒന്നും ചോദിച്ചില്ല. മാർക്ക് എത്രയാണെന്നോ സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. എന്നോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ നമുക്കറിയാമല്ലോ, ആകെ കൂടി ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്നത് അതാ. പിന്നീട് എന്നോട് ചോദിക്കുന്നത് ടെൽ മീ അബൌട്ട് യുവർ കോളേജ് എക്സ്പീരിയൻസ് എന്ന്. അതും ഇംഗ്ലീഷിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മളപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയണം. ഞാൻ അവിടുന്ന് പഠിച്ചു. ഞാൻ നാണം കെട്ട് പോയിട്ടുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത്രയും വർഷം കഴിഞ്ഞിട്ടാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിൻ്റെ ഗുണം എന്താണെന്ന്. സോ ഞാനത് എന്തായാലും ഞാൻ പറയും, ഇംഗ്ലീഷ് എന്തായാലും പഠിക്കാനായിട്ട് പറയും. എനിക്കൊന്നും ആ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ ആകെ കൂടി സ്റ്റാർ മൂവീസും HBO സിനിമകൾ മാത്രമേ ഉള്ളൂ ഒരു ഇംഗ്ലീഷ് എന്ന് പറയാനായിട്ട്. വേറെ അങ്ങനെ സംസാരിക്കാൻ ആരുമില്ല. ഇപ്പോഴത്തെ പോലെ പാട്ട് കേൾക്കാനോ ഈ യൂട്യൂബിലൊക്കെ ഇംഗ്ലീഷ് വീഡിയോസ് കാണാനോ ഒന്നും അന്ന് സൗകര്യങ്ങളില്ല. എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല അത് പറയാമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവർക്കും നെറ്റ് ഉണ്ട്, എല്ലാവർക്കും ഫോണുണ്ട്. സോ ഇംഗ്ലീഷ് പഠിക്കുക, പ്രത്യേകിച്ചും സംസാരിച്ച് തന്നെ പഠിക്കുക, എന്നാലേ ഫ്ലുവൻസി കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലും ഇല്ല, സ്കില്ലൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം വേണ്ടുന്ന ജോലികളുണ്ട്. അതൊന്നും മോശമായിട്ടുള്ള ജോലികളല്ല. സോ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ. സോ ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ChatGPT ഒക്കെ വെച്ച് നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം, എങ്ങനെ നമുക്കതിൽ ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരിക്കലും നിങ്ങളൊരു കംഫർട്ട് സോണിൽ ആയാലും അത് തുടരരുത്. കാരണം അത് നമ്മളെ കരിയറിൽ ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തടസ്സമാവും അത്.
ഇപ്പം നിങ്ങൾ കുറച്ച് നാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അതൊരു കംഫർട്ട് സോണായിട്ട് മാറും. പിന്നെ അവിടുന്ന് നിങ്ങൾക്കൊരു അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ഒരു ഇത് തോന്നും. എന്താ പറയുക, ഒരു പുറകോട്ട് വലിക്കൽ തോന്നും. പിന്നെ നല്ലൊരു ഒരു ഫേമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു എന്താ പറയുക ജോബാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയർ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ സാലറി കൂടുന്നില്ല, കരിയർ ഗ്രോത്ത് ഇല്ല എന്നൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യാനായിട്ടൊരു പാടായിരിക്കും. കാരണം നിങ്ങളൊരു കംഫർട്ട് സോണിലായി. അപ്പോൾ ഇനി അതിൽ നിന്ന് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. സോ കംഫർട്ട് സോൺ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളത് പൊളിച്ച് വേറെ ഏതിലെങ്കിലും ചാടാൻ നോക്കുക കേട്ടാ. പിന്നെ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പം നമ്മുടെ PSCയിലേക്ക് പോകുമ്പോൾ PSCയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. PSCയിലേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു മൈൻഡാണ് നിങ്ങൾക്ക്. വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിൽ ഇപ്പം ഇല്ല. സോ ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ബെസ്റ്റ് പഠിക്കാനായിട്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് വേണമെങ്കിൽ 1 വർഷവും കൂടി അതിൻ്റെ പുറകിൽ പൊക്കോ, കുഴപ്പമില്ല. പക്ഷെ ആ പോണേൻ്റെ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടി ഏതെങ്കിലും സ്കില്ല് പഠിക്കുകയോ എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണം. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞു. പിന്നെ 2 കൊല്ലം ഞാനൊരു ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം ഞാൻ ഈ PSCയിലേക്ക് ഇറങ്ങി. എൻ്റെ ഒരു 2.5 കൊല്ലം ഇപ്പോഴും കണ്ടിന്യൂ. ഞാനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കരിയർ ബ്രേക്കായി. അതിന് ജോലി കിട്ടിയില്ല. എന്നാൽ PSCയുടെയും ഒന്നും ആയിട്ടില്ല. വേറൊരു ജോലിയും ഇപ്പോൾ ശരിയാവുന്നില്ല. കാരണം എന്താ പറയുക, നമുക്കൊരു കരിയർ ബ്രേക്ക് ഉണ്ട്. ജോലി അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ സാലറിയുടെ പ്രശ്നമാണ്. അതൊക്കെ കൊണ്ടുപോവാതെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. എന്നാലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് അത് തന്നെ വേണം, PSC തന്നെ വേണം, ജോലിയും തന്നെ വേണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഇരുന്ന് പഠിക്കണം. എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് അതിനു വേണ്ടി മാത്രം നിൽക്കണം. സോഷ്യൽ മീഡിയ കട്ട് ചെയ്യണം. എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് അതിനുവേണ്ടി മാത്രം ഇരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതായിരിക്കും ബെറ്റർ. ഈ PSCക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് അതിൻ്റെ ബാക്കി കിട്ടുന്ന സമയത്ത് മാത്രം ഒന്ന് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് PSC ഗവൺമെൻറ് ജോലിയും ഇല്ല, പ്രൈവറ്റ് ജോലിയും ഇല്ലാണ്ട് വെറുതെ ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൺപിള്ളേർ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കണ്ടെത്തി പൊക്കോളും. പക്ഷെ സ്ത്രീകളാണ് പെട്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളെക്കാളും പ്രായം കുറവുള്ളവരൊക്കെ നല്ല സക്സസ്സിൽ നിൽക്കുന്നു, നല്ലോണം പൈസ ഉണ്ടാക്കുന്നു, നമ്മുടെ ഒന്നും ആയിട്ടില്ല, നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാം. അത് ഒരു കാര്യം വിചാരിച്ച് എനിക്കും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് ചിന്തിച്ച് ഞാൻ ലാസ്റ്റ് ഒരു ഇതിലെത്തിയതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും സക്സസ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചിലവർക്ക് വേഗത്തിൽ സക്സസ് ഉണ്ടാവും, ചിലവർക്ക് പയ്യെ ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യുക, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ചിലവരുടെ ഭാഗ്യം കൊണ്ടും ഒക്കെ മാറി മറിയാം അത്. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. അതോർത്ത് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഒന്നും ഇല്ലാണ്ടായി പോണേ. അതോർത്ത് വിഷമിക്കരുത്. കാരണം ചിലവർക്ക് സക്സസ് വേഗം കിട്ടും, ചിലവർക്ക് പയ്യെ വരുള്ളൂ. അതങ്ങനെ ആലോചിച്ച് സമാധാനിക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പലവർക്കും റിസ്ക് എടുക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. റിസ്ക് എടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ മാറി വരുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ച് ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നമ്മൾ സ്വയം തന്നെ നമ്മൾ തയ്യാറെടുക്കണമല്ലോ. അങ്ങനെ ആയി ആണ് എനിക്ക് കുറേ ഈ ഫിലോസഫിയൊക്കെ എനിക്ക് വന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വയം ചിന്തിച്ച് ഞാൻ തന്നെ ശരിയാണ്, നമ്മളിങ്ങനെ ആയത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾക്ക് ഇനി വരും, സക്സസ് വരും, ഇനിയും സമയമുണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ തന്നെ ഇങ്ങനെ ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കും. അത് അങ്ങനെ നമ്മൾ സ്വയം ആശ്വസിക്കണം. നമ്മൾ ഈ കാലത്ത് വേറൊരാൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നോ ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക. ഇപ്പോൾ ജോലി തന്നെ ചെയ്യണമെന്നില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെ തുടങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ റീസെല്ലൊക്കെ ചെയ്യാമല്ലോ. ഓർണമെന്റ്സോ ക്ലോത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര്, ടീനേജേഴ്സൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അതിലേക്ക് ഇറങ്ങുക. സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ. പിന്നെ തോൽവികളും ഇതൊക്കെ ഉണ്ടാകും. അതും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം വിചാരിക്കുക. എന്തെങ്കിലും ഒന്നിൽ പിന്നോട്ട് പോകുമ്പോൾ വിഷമിക്കാതിരിക്കുക. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരുടെയും ചിരിയും കളിയൊക്കെ അതിൽ
ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്നെ ഈ ഒരു ഇതിലല്ലേ കാണുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ പ്രശ്നമുണ്ട്. ചിലവർക്ക് പൈസയായിരിക്കും പ്രശ്നം. ചിലവർക്ക് ഇതുപോലെ കരിയർ കരിയർ റിലേറ്റഡ് പ്രശ്നം. ചിലവർക്ക് ഫാമിലി റിലേറ്റഡ് പ്രശ്നമായിരിക്കാം. ചിലവർക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് പ്രശ്നം. ഒരു പ്രശ്നവും ചെറുതല്ല. എല്ലാത്തിനും ഇതുണ്ട്. ചിലവർക്ക് പൈസ, ചിലവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ജീവിതമാണ്. നമ്മൾ ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ. തോറ്റു കൊടുക്കാതിരിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ആ PSC റിലേറ്റഡ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വന്നിരുന്നു. ഞാൻ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കാണാതെ പോയത് കൊണ്ടായിരിക്കാം. ഞാൻ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് അതറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഇനി നീട്ടുന്നില്ല. ഒരുപാടായെന്ന് തോന്നണല്ലേ. എനിക്ക് ആധികാരികമായിട്ടുള്ള സംസാരങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. 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 ബൈ.